ഹലോ വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ ഇന്ന് നമ്മൾ എങ്ങനെ നിഫ്റ്റി 500 ട്രെൻഡ് റൈഡർ സ്കാനർ ഉപയോഗിച്ച് അതിൻ്റെ ട്രെൻഡ് കൂടി അനലൈസ് ചെയ്ത് ഒരു ട്രേഡ് എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ നോക്കുന്നു. ആദ്യമേ ബ്രേക്ക് പോയിന്റ് വന്നു കഴിയുമ്പോൾ നിഫ്റ്റി 500 ട്രെൻഡ് റൈഡറിൻ്റെ ടൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേജ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ ഫസ്റ്റ് റീസെൻറ്റ് ബൈ സിഗ്നൽ കാണിക്കുന്നത് നമ്മൾ എടുക്കുക, എന്നിട്ട് അത് ഏത് സെക്ടറിലാണെന്ന് നോക്കുക. ഇത് നിഫ്റ്റി 500ലാണ് വരുന്നത്. നിഫ്റ്റി 500 ഓൾറെഡി ബുൾ സോണിലാണ് വരുന്നത്. നമ്മൾ നേരെ എടുക്കുന്നത് പൊസിഷണൽ സ്കാനറിലാണ്. എന്നിട്ട് അവിടെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഈ സ്റ്റോക്ക് ഓൾറെഡി സ്റ്റേജ് 2 അപ് ട്രെൻഡിലാണ്. കൂടാതെ RSI വരുന്നത് 67.1 ആണ്. EMA പോസിറ്റീവാണ്, EMA 20 പോസിറ്റീവാണ്, 15 പോസിറ്റീവാണ്, EMA 200 പോസിറ്റീവാണ്. ADX ട്രെൻഡ് കാണിക്കുന്നത് ബുള്ളിഷ് ട്രെൻഡാണ്. വോളിയം നമുക്കൊരു മോഡറേറ്റ്ലി അപ് ട്രെൻഡാണ് വരുന്നത്. അതേപോലെ MACD ബുള്ളിഷാണ് വരുന്നത്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 2.4% എത്തുമ്പോഴാണ്. അത് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം എങ്ങനെയാണ്. സപ്പോർട്ട് വരുന്നത് 309 ആണ്. അത് ഏകദേശം ഒരു -10% ബിലോ ആണ്. റീസെന്റ് പാറ്റേൺ സ്ട്രോങ് ബുള്ളിഷ് ആണ് വരുന്നത്. നമുക്കപ്പോൾ ഇത് ചാർട്ടിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇത് ഹൈ വരുന്നത് ഏകദേശം 401 പ്രൈസിലാണ്. അതോടൊപ്പം നമ്മൾ കറണ്ട് പ്രൈസിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഹൈയിലേക്ക് വെച്ച് നോക്കിയാൽ 16.39% പൊട്ടൻഷ്യൽ ഉണ്ട് അപ്സൈഡ്. ഇതിൻ്റെ ഞാനത് കാണിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്ക് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അനലൈസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പൊസിഷണൽ സ്കാനർ, നമ്മൾ ഓൾറെഡി പലവിധം 80 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.